ശരി, അവിടെയുള്ള പ്രതിഷേധം തുടരുകയാണ്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും. സായ്കുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് അവിടെ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് കരുതുക വയ്യ. കാരണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രായഭേദമന്യ ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും ആരാധകരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ പ്രതിഷേധത്തിൽ ഇപ്പോൾ പങ്കുചേരുന്നത്. അവിടെ ആളിക്കത്തുന്ന പ്രതിഷേധം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അഭയയ്ക്ക് നീതി തേടി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും വിനീത, ഇപ്പോൾ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് കല്യാൺ ചൗബെ. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇവിടെ മത്സരം നടക്കേണ്ടതായിരുന്നു, പക്ഷേ പ്രതിഷേധം നടക്കും എന്ന മുൻവിധിയോടുകൂടി ആ മത്സരം ഉപേക്ഷിക്കുന്നു. പിന്നീട് അവിടത്തേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയ ഫുട്ബോൾ ആരാധകരോട് മോശമായി പെരുമാറുന്നു. ആയിരക്കണക്കിന് പോലീസുകാരാണ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അവർ വാഹനങ്ങൾ തടയുന്നു, പോലീസിന്റെ ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നു, ഫുട്ബോൾ ആരാധകരെ അറസ്റ്റ് ചെയ്യുന്നു. ഇവിടെ മത്സരം കാണാൻ വന്നവരാണ് ഇവരെല്ലാവരും. അവർക്കെതിരെയാണ് പോലീസിന്റെ ഈ ഒരു നടപടി ഉണ്ടാകുന്നത്. അവരെ തടഞ്ഞതാണ് തെറ്റ്. ഇവിടെ ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല. ലജ്ജാകരമായ ഒരു നീക്കമാണ് പോലീസ് ഇവിടെ നടത്തുന്നത്. മത്സരം പുനരാരംഭിക്കണമെന്നൊക്കെ ഇവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഫുട്ബോൾ മത്സരം ഉപേക്ഷിച്ചതിൽ തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ അഭയയ്ക്ക് നീതി വേണം എന്ന രീതിയിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ അത്രയും അത് മമതാ ബാനർജി സർക്കാരിനെതിരെയാണ്, പോലീസിനെതിരെയാണ്, ആർജിക്കർ മെഡിക്കൽ കോളേജിനെതിരെയാണ്. അവിടെ സമരത്തിലിരിക്കുന്ന ആളുകൾ കൂടി ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറി ഒരു മഹാപ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ ഡോക്ടർമാരുടെ സമരത്തിനിടയിൽ ഉണ്ടായ സംഘർഷം പോലെ അത്ര ചെറിയ രീതിയിൽ ഇതിനെ പോലീസിനെ നേരിടാൻ കഴിയില്ല വിനീത. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വരുന്ന ആളുകളല്ല ഇവർ. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, കൂടുതലും യുവാക്കളാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ തടിച്ചുകൂടിയ ആളുകളല്ല ഇതിൽ ഈസ്റ്റ് ബംഗാളിൻ്റെയും മോഹൻ ബഗാന്റെയും ഒക്കെ ഫുട്ബോൾ ആരാധകരുണ്ട്, മറ്റ് നാനാതുറകളിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ മുദ്രാവാക്യം ഈ പെൺകുട്ടിക്ക് നീതി വേണം, അഭയ്ക്ക് നീതി വേണം. ഇനി ഇത്തരത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു ക്രൂരകൃത്യം ഉണ്ടാകരുത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെയും അവർ എണ്ണമിട്ട് പറയുന്നുണ്ട്. ഈ രോഷം അത്രയും ഇപ്പോൾ പോലീസിനെതിരെ കൂടി ഉണ്ടാകുന്നുണ്ട്. അതേൽക്കേണ്ടി വരിക സർക്കാരിന് തന്നെയായിരിക്കും, മമതാ ബാനർജി സർക്കാരിന് തന്നെയായിരിക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഇவ்விധം വളർന്നു വലുതാകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ച് ഏത് വിധേനയും അതിനെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം മമതാ സർക്കാർ നടത്തിയത്. പക്ഷേ അത് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിയന്ത്രണങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഈ പ്രതിഷേധത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇന്നലെ അർദ്ധരാത്രിയൊക്കെ കൊൽക്കത്ത നഗരത്തെ നിശ്ചലമാക്കുന്ന പ്രതിഷേധമാണ് നടന്നത്. വിനീത, അതോടൊപ്പം ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഡൽഹിയിൽ ഡോക്ടർമാരുടെ നൂറുകണക്കിന് ഡോക്ടർമാർ പങ്കെടുക്കുന്ന ഒരു മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് നടക്കുകയാണ്. രാജ്യ തലസ്ഥാനത്തും ഇന്നലെയും ഒക്കെ നമ്മൾ കണ്ടു. IMA 24 മണിക്കൂർ പണിമുടക്ക് നടത്തി. കേരളത്തിലടക്കം ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോഴും രാജ്യ തലസ്ഥാനത്ത് അഭയയ്ക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഈ സമയത്തും നടക്കുകയാണ്. അപ്പോൾ ബംഗാളിൽ മാത്രമല്ല, അതിൻ്റെ പുറത്തേക്കും ആ പ്രതിഷേധം ഇതിനോടകം ശക്തിപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ബംഗാളിലെ പ്രതിഷേധം ഇപ്പോൾ മറ്റു രീതിയിലേക്ക്, സംഘർഷത്തിലേക്ക്, പോലീസും പ്രതിഷേധക്കാരും നേർക്കുനേർ വരുന്ന രീതിയിലേക്ക് മാറുന്നു. പക്ഷെ പോലീസിന് അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, അതായത് ചെറിയൊരു പോലീസ് ആക്ഷൻ ഉണ്ടായാൽ പോലും അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. നമുക്ക് ആ দৃশ্যങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. ശരി, അവിടെ রাজনৈতিকভাবে সকলে শান্তিপূর্ণভাবে সবার ছিল, আমরা শান্তিপূর্ণভাবে মিছিল করব। সেই মিছিলে হঠাৎ করে দুপুরবেলা বিধাননগর কমিশনার প্রেস কনফারেন্স করে বলছে 163 ধারা এখানে জারি করা হচ্ছে। কেন হঠাৎ করে কেন হচ্ছে? আজকে যেখানেই প্রতিবাদ করবেন সেখানেই কি 144 ধারা জারি করে দেবেন? জনগণই আমরাই ওদেরকে বসাই, আমরাই নামাবো ওদেরকে। কলিঙ্গতে করাতে পারতো, তাও পুলিশ ভয়ে করায়নি। കലിംഗത്തെ 14 താരീഖ് പോലീസ് അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ബംഗാളിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കൂടിയാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിലെ വലിയ പ്രതിഷേധം, ആളിക്കത്തുന്ന പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലയിടങ്ങളിലായി ഇത്തരത്തിൽ പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരിക്കുന്നത് നമുക്ക് കാണാം. രാത്രി ഏത് രീതിയിലായിരിക്കും ഇനി പ്രതിഷേധം മുന്നോട്ട് പോവുക എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ആദിൽ പാലോടും നന്ദു പേരാമ്പ്രയും അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്.